നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ആ ദിവസമാണ് വന്നെത്തുന്നത്. തൻ്റെ സ്വന്തം അച്ഛനെ അലീന ആദ്യമായിട്ട് കണ്ടെത്തുന്ന മുഹൂർത്തമൊക്കെയാണ് നാളെ. അങ്ങനെ കുറേ ദിവസങ്ങളായി നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു അലീനയും അലീനയുടെ അച്ഛനും തമ്മിൽ കണ്ടുമുട്ടണം എന്നുള്ളത്. അങ്ങനെ ബാലേന്ദ്രനോട് സ്റ്റാലിനെ വിളിച്ചിട്ട് എനിക്ക് അലീനയെ കാണണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അതിനെന്താ, എൻ്റെ വീട്ടിലേക്ക് പോരാൻ പറഞ്ഞു. ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്റ്റാലിലേക്ക്, വീട്ടിലേക്ക് പോയി എങ്ങനെയാ കാണുന്നതെന്ന്. പിന്നീട് ലൊക്കേഷൻ മാപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രൻ ലൊക്കേഷൻ മാപ്പൊക്കെ ഇട്ട് കൊടുത്തു. ബാലേന്ദ്രന് വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു. സ്വന്തം അച്ഛനാണ് അലീനയെ കാണാനായിട്ട് വരുന്നത്. അവൾക്കറിയില്ല തന്നെ കാണാൻ വരുന്ന ആള് തൻ്റെ അച്ഛനാന്നുള്ള കാര്യം. ഇപ്പൊ തൻ്റെ ഒരു ക്ലയന്റ് എന്നുള്ള രീതിയിലായിരിക്കും പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. കാരണം സ്റ്റാൻലിക്ക് അലീനെ ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയത്തില്ല. ഒന്ന് കാണണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ്റ്റാൻലി കൊണ്ടുപോകുന്നൊന്നും ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ സ്റ്റാൻലിക്കൂടെ ഇഷ്ടപ്പെടണമല്ലോ. വന്ന് കാണട്ടെ. അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരിക്കലും താൻ അലീനെ വിട്ടുകൊടുക്കില്ല. തൻ്റെ മകളായിട്ട് താൻ അവളെ വളർത്താനായിട്ട് പോകുവാണ് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ബാലേന്ദ്രൻ്റെ മനസ്സിൽ. പക്ഷേ ബാലേന്ദ്രന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്ങാനും ഇനി അലീനയെ ഇഷ്ടപ്പെട്ടെങ്കിലോ, ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അലീനയെ അയാൾ കൂട്ടിക്കൊണ്ടു പോകും. അലീന ഇവിടുന്ന് പോകുക എന്ന് പറയുമ്പം എന്തോ ബാലേന്ദ്രന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. സ്വന്തം മകള് വീട് വിട്ട് പോകുന്ന പോലെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബാലേന്ദ്രന്. ബാലേന്ദ്രൻ ഇങ്ങനെ കുറേ സമയം ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും അലീന താഴേന്ന് വിളിച്ചു. അച്ഛാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അങ്ങനെ ബാലേന്ദ്രൻ പോയി. ബാലേന്ദ്രന് ആഹാരം കഴിക്കാനിരുന്നെങ്കിലും എന്തോ ബാലേന്ദ്രന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോഴേക്കും അലീന ചോദിച്ചു, ഇതെന്ത് പറ്റിയച്ചാ, അച്ഛൻ എന്താ കഴിക്കാത്തതെന്ന് ചോദിച്ചു. ഇഷ്ടപ്പെട്ടില്ലേ? അച്ഛന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആണല്ലോ. എന്തോ വിശപ്പ് തോന്നുന്നില്ല മോളെന്ന് പറഞ്ഞു. അതെ, വിശപ്പ് തോന്നായികയൊന്നുമല്ല. ദേ മര്യാദയ്ക്ക് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയാൽ മതി. മെഡിസിൻ കഴിക്കാനൊക്കെ ഉള്ളതാന്ന് പറഞ്ഞു. ഞാനിവിടുന്ന് പോയാലും അച്ഛൻ്റെ ആരോഗ്യകാര്യങ്ങളൊക്കെ അച്ഛൻ നന്നായിട്ട് ശ്രദ്ധിച്ചോണം കേട്ടോ. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ അലീനെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ആരോഗ്യകാര്യങ്ങൾ അതാര് ശ്രദ്ധിക്കാനാ? അതെ, ഞാനിവിടെ ബബിതയോടും കൃഷ്ണമോളോടും ഒക്കെ പറഞ്ഞിട്ട് പോയിക്കോളാം. മെഡിസിനൊക്കെ മുടങ്ങാതെ കഴിക്കണം. ഇനി എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് ഞാനിവിടെ എപ്പോഴും ഉണ്ടെന്ന് വരത്തില്ല. അച്ഛൻ അറിയാവുന്ന കാര്യമല്ലേ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇവിടുന്ന് പോകാന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാര്യം പറഞ്ഞ് പോകണം എന്നൊക്കെ മനസ്സിലുണ്ട്. പക്ഷെ ഇനി ഇവിടുന്ന് എങ്ങും പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും മിസ് ചെയ്യുമല്ലോ എന്ന് ഓർക്കുമ്പോൾ അലീനയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കഴിച്ചെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, അതെ, ഇന്ന് എൻ്റെ ഒരു ക്ലയൻറ്റ് ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോഴത്തേനും, ക്ലയൻറ്റോ? അതാരാച്ചാ? അത് ബിസിനസ്സിലെ ഒരു ഫ്രണ്ടാണ്. അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആണോ? അതിനെന്താ എന്ന് പറഞ്ഞു. അങ്ങനെ അലീന അങ്ങോട്ട് കയറിപ്പോയി. അലീനയുടെ ജോലികളൊക്കെ തുടരുവാണ്. ബാലേന്ദ്രൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. എപ്പോഴാണ് സ്റ്റാൻലി വരണമെന്ന് അറിയത്തില്ല. ഈ സമയത്ത് സ്റ്റാൻലി ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഒരു കാറൊക്കെ പിടിച്ച് നേരെ ബാലേന്ദ്രൻ ഇട്ട റൂട്ട് മാപ്പ് അനുസരിച്ച് നെടുമ്പരയ്ക്കൽ വീട്ടിലേക്ക് വരുവാണ്. അപ്പം ആദ്യമായിട്ട് തൻ്റെ മകളെ കാണാനായിട്ട് പോകുവാണ്. അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാൻലിയുടെ മനസ്സിലും ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും തൻ്റെ മകളിരിക്കുക, അവള് തൻ്റെ മകളാണോ ഇല്ലയോ എന്നൊക്കെ ആകെപ്പാടെ വല്ലാത്തൊരു കൺഫ്യൂഷൻ. ബാലേന്ദ്രൻ തന്നോട് കള്ളത്തരമൊന്നും പറയേണ്ട കാര്യമൊന്നും ഇല്ല. പക്ഷെ എന്നാലും അങ്ങനെ ഒടുവിൽ നെടുമ്പൊരിക്കൽ വീടിൻ്റെ ഗേറ്റിന് മുൻപ് വാഹനം നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പോയി ഗേറ്റൊക്കെ തുറന്നു കൊടുത്തു. അങ്ങനെ കാറകത്തേക്ക് കയറി. ബാലേന്ദ്രൻ സ്റ്റാലിനോട് പറഞ്ഞു, ബാ അകത്തേക്ക് കയറി വാ, അകത്തിരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. അല്ല, എൻ്റെ മകള് അവളകത്തുണ്ട്, അവളെ കാണാൻ വേണ്ടിയിട്ടല്ലേ വന്നിരിക്കുന്നേ? അല്ല ഇവിടെ അതെ, എൻ്റെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിരിക്കുക. പിന്നെ വൈജയന്തി ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. വൈജയന്തി അവളുടെ വീട്ടിലാണ്, അവൾ ഇവിടെ ഇല്ല. അല്ലെങ്കിലും അലീന ഉള്ളിടത്ത് അവൾ നിൽക്കത്തില്ലല്ലോ. അലീന ഈ വീട് വിട്ടു പോയാലോ അവൾ ഈ വീട്ടിലേക്ക് വരുവോളെന്നും പറഞ്ഞോണ്ട് അതിനെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. സ്റ്റാൻലി കയറി വരാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റാൻലി അങ്ങോട്ട് കയറി ചെല്ലുവാണ്. സ്റ്റാൻലിയുടെ മനസ്സിലാണെങ്കിൽ വല്ലാത്തൊരു കനവായിരുന്നു. അകത്തേക്ക് കയറി സ്റ്റാൻലി ഇങ്ങനെ ചുറ്റും നോക്കുവാണ്. തൻ്റെ മകൾ എവിടെയെന്നാണ് ആ നോട്ടത്തിനകത്തെന്ന് ബാലേന്ദ്രന് മനസ്സിലായി. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ അവളോടൊന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ ഒരു ക്ലയൻ്റാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒരു ബിസിനസ് ഫ്രണ്ട്, അതിൽ കൂടുതലൊന്നും അവൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. ശരി, തങ്ങളും അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് അലീന അവിടേക്ക് വരുന്നത്. അലീന പതുക്കെ അതിലൂടെ ഇങ്ങ് നടന്നു വരുവാണ്. ആ സമയത്ത് സ്റ്റാൻലി പതുക്കെ തല തിരിച്ച് നോക്കി. ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാൻലിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല.
താൻ എന്താണ് ഈ കാണുന്നത് എന്നൊരു ചിന്തയായിരുന്നു സ്റ്റാൻലിയുടെ മനസ്സിൽ. ഈ സമയത്ത് അലീന ജസ്റ്റ് ഒന്ന് വന്ന് ആ മുഖം കാണിച്ചിട്ട് നേരെ അകത്തേക്ക് കയറിപ്പോയി ചായ എടുക്കാനായിട്ട് പോയി. ശരിക്കും അലീനയുടെ മുഖം വ്യക്തമായിട്ട് കാണാൻ സ്റ്റാൻലിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും അലീന ചായയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പോഴാണ് ശരിക്കും സ്റ്റാൻലി അലീനയുടെ മുഖം കാണുന്നത്. അലീനയെ തന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുവാണ്. ആ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രന് ഒരു അമ്പരപ്പോട് കൂടി സ്റ്റാൻലിയെ നോക്കി. കാരണം എന്തെങ്കിലും അലീനയ്ക്ക് സംശയം തോന്നിയാലോ എന്നൊരു ചിന്തയോട് കൂടിയിട്ട് ബാലേന്ദ്രൻ പെട്ടെന്ന് സ്റ്റാൻലിയോട് ചോദിച്ചു, അല്ല എന്താ നോക്കണം ഇങ്ങനെ, ഇതാരാന്ന് മനസ്സിലായില്ലല്ലേ? ഇതെൻ്റെ മകളാ അലീന എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശരി മോളാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു സ്റ്റാൻലി. പക്ഷെ സ്റ്റാൻലിയുടെ മനസ്സിലേക്ക് ഒരു കൂടം കൊണ്ട് അടിച്ചൊരവസ്ഥയായിരുന്നു. കാരണം തൻ്റെ അമ്മ തൻ്റെ കൺമുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ സ്റ്റാൻലിക്ക് തോന്നിയത്. തൻ്റെ അമ്മയുടെ അതേ ഷേപ്പായിരുന്നു അലീനയ്ക്ക് എന്ന് സ്റ്റാൻലി തിരിച്ചറിയുവാണ്. ഇനിയിപ്പോൾ ഒരു DNA ടെസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒന്നിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ മനസ്സിലായി തൻ്റെ അമ്മയെ വെച്ച് പോലെ ഉണ്ട് അലീന. അമ്മയ്ക്ക് വയ്യാതായി കിടക്കണു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റാൻലി അന്ന് പോയത് വൈജയന്തിയുടെ അടുത്തുനിന്ന്. വൈജയന്തി 8 മാസം പ്രഗ്നൻ്റ് ആയിട്ട് സമയത്ത്. പിന്നീട് സ്റ്റാൻലിക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റിയില്ല, അമ്മ മരിക്കുകയും ചെയ്തു. പക്ഷേ അമ്മ മരിച്ചു കഴിഞ്ഞ സമയത്താണ് അലീനെ വൈജയന്തി പ്രസവിക്കുന്നത്. പക്ഷെ അതൊന്നും സ്റ്റാൻലിക്ക് അറിയണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ ഒറ്റ നോടത്തിൽ തന്നെ സ്റ്റാൻലിക്ക് മനസ്സിലായി ഇവള് തൻ്റെ മകൾ തന്നെയാണ്. പെട്ടെന്ന് സ്റ്റാൻലിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നു. ഈ സമയത്ത് അലീന സാർ ചായ കുടിക്കുക, ചായ തണുത്തു പോകുമെന്ന് പറഞ്ഞു. കുടിച്ചോളാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റാൻലി പതുക്കെ ചായയൊക്കെ എടുത്തു. അലീന അങ്ങോട്ട് കയറി പോവുകയും ചെയ്തു. ഈ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു, എന്താ സ്റ്റാൻലി കണ്ടോ മോളെ കണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സ്റ്റാൻലി പറഞ്ഞു, അത് പിന്നെ ഞാൻ എന്താ തൻ്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണേ, ഓ മോളെ കണ്ടിട്ട് അങ്ങോട്ട് പിടിച്ചില്ലാന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് സ്റ്റാൻലി പറഞ്ഞു, അതെ എൻ്റെ കൺമുന്നിൽ നിന്ന് ആരാന്നറിയോ, എൻ്റെ അമ്മച്ചിയാന്ന് പറഞ്ഞു. അമ്മച്ചിയോ? അതെ, എൻ്റെ മരിച്ചുപോയ എൻ്റെ അമ്മ എൻ്റെ കൺമുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. എൻ്റെ അമ്മച്ചിയുടെ അതേ രൂപവും ഭാവവും ഒക്കെ അവൾക്ക് ആ നടത്തത്തിൽ പോലും അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു നിമിഷം ഞെട്ടിപ്പോയത് ബാലേന്ദ്രനാണ്. ബാലേന്ദ്രൻ സ്റ്റാൻലി ഒരു ഞെട്ടലോട് നോക്കിയിട്ട് ചോദിച്ചു, സത്യമാണോ നിങ്ങൾ പറയണമെന്ന് ചോദിച്ചു. അതെ, ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ്, എനിക്കെന്ത് പറയണമെന്ന് അറിയത്തില്ല ബാലേന്ദ്ര, ഞാൻ ആകെപ്പാടെ ഷോക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് നല്ല സ്റ്റാൻലി പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ്. ഈ സമയത്ത് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു. ബാലേന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, എന്താ ഇനിയിപ്പോൾ തങ്ങളുടെ തീരുമാനം? തങ്ങൾ ഇതുവരെയായിട്ട് എസ്സോ നോയോ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, തങ്ങൾക്ക് തങ്ങളുടെ മോളെ വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടെന്നോ? ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുക, എനിക്ക് വേണം, എൻ്റെ മോളെ വേണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല അപ്പം നിങ്ങൾ അലീനയെ കൂട്ടിക്കൊണ്ടു പോകാൻ തന്നെ തീരുമാനിച്ചോ? അതെ, കാരണം പ്രതിബന്ധങ്ങൾ കുറേയുണ്ട്, ഒത്തിരി ആൾക്കാരുടെ സമാധാനം പറയണം ഒക്കെ എനിക്കറിയാം. പക്ഷെ ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു, എൻ്റെ മോളെ കൊണ്ടുപോകാനായിട്ട്. അവളെൻ്റെ അമ്മച്ചിയുടെ അതേ ഇതാണ് എനിക്ക്, അതൊറ്റ നോടത്ത് തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അതുകൊണ്ട് അവളെ ഞാൻ കൈവിട്ട് കളയില്ല, അവളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൊക്കെ തുടച്ച് സ്റ്റാൻലി അങ്ങോട്ട് കാറിലേക്ക് കയറി. അപ്പോഴേക്കും ബാലേന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാറങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബാലേന്ദ്രൻ അകത്തേക്ക് കയറി വന്നു. ഈ സമയത്ത് അലീന ചോദിച്ചു, അല്ലച്ചാ അതാരായിരുന്നു? ബിസിനസ് ഫ്രണ്ടാന്ന് പറഞ്ഞല്ലോ. ഓ അതോ, ഞാൻ പറഞ്ഞല്ലോ അതൊരു ഫ്രണ്ടാന്ന് പറഞ്ഞു. കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട്. അതെന്താ വീട്ടിലേക്ക് വന്നേ? സാധാരണ അങ്ങനെ ആരും വീട്ടിലേക്ക് വരുന്നതല്ലല്ലോ. ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ഞാൻ വീട്ടിലാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് വന്നാന്ന് പറഞ്ഞു. അലീന പിന്നെ കൂടുതലൊന്നും ചോദിക്കാനായിട്ട് പോയില്ല. ഈ സമയത്ത് സ്റ്റാൻലി ഇങ്ങനെ വല്ലാത്തൊരു വീർപ്പുമുട്ടലോട് കൂടിയിട്ടാണ് കാറിലിരിക്കുന്നത്. സ്റ്റാൻലിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് സ്റ്റാൻലി അവധിക്കുട്ടിച്ചായനെ വിളിച്ചു. അവധിക്കുട്ടിച്ചായനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ അവളെ കണ്ടെന്ന് പറഞ്ഞു. കണ്ടോ? ഇപ്പം നിനക്ക് സമാധാനമായി കാണുമല്ലോ, ഇനി ഇപ്പം നിനക്ക് ഇങ്ങോട്ട് തിരിച്ചു പോരാലോ എന്ന് പറഞ്ഞു. ഇനി മകളൊന്നും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അതല്ല അച്ഛാ, പിന്നെയോ ഞാൻ അവളെ എന്നോടൊപ്പം കൂട്ടാൻ തീരുമാനിച്ചു. എടാ നീ എന്താ അസംബന്ധോ പറയണേ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അവള് പോയി കാണുകയോ ചെയ്യാവുള്ളൂ, അതിനപ്പുറത്തേക്കൊരു ബന്ധവും വേണ്ടെന്ന്. അതല്ല അച്ഛാ, ഞാൻ നിന്റെ അമ്മച്ചിയെ നേരിട്ട് കണ്ടെന്ന് പറഞ്ഞു. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എടാ നിന്റെ അമ്മ മരിച്ചിട്ട് വർഷം എത്രയാ നിനക്കറിയാവോ? 10-22 വർഷമായി. അത് നിനക്കറിയത്തില്ലെന്ന് ചോദിച്ചു. എനിക്കറിയാം അച്ഛാ, പക്ഷേ എൻ്റെ അമ്മച്ചി തന്നെയാണ് ഇന്ന് എൻ്റെ കൺമുന്നിൽ വന്ന് നിന്നേ. എൻ്റെ മകള് എൻ്റെ അമ്മച്ചിയുടെ വേറൊരു രൂപമാണെന്ന് പറഞ്ഞു. ഇത്തവണ ഞെട്ടിയത് ഇത് കുട്ടിച്ചായനാണ്. അയാൾ ഞെട്ടിപ്പോയി. നീ എന്തൊക്കെയാണ് പറയണേ? അതെ,
ഇനി എൻ്റെ മകളാവളെന്നുള്ളതിന് ഒരു സംശയമില്ല അച്ഛാ. എനിക്കിനി ഒന്നിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും അവതക്കുട്ടിച്ചായന് എന്ത് മറുപടി പറയണമെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ കഥകളൊക്കെ കാണാൻ പോകുന്നത്. എന്താണെങ്കിലും സ്റ്റാലിനിക്ക് ഇഷ്ടപ്പെട്ടു അലീനയെ. തൻ്റെ അമ്മയാന്നുള്ള കാര്യം തിരിച്ചറിയുവാണ്. കാരണം അതേപോലെ തന്നെ ഒരു കാർബൺ കോപ്പി പോലെയാണ് അലീന ഇരിക്കുന്നത്. പിന്നെ അവളുടെ നടത്തവും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് സ്റ്റാലിനിക്ക് പെട്ടെന്ന് ഷോക്കായിപ്പോയത്. ഇനി അധികം വൈകാതെ അലീനയും കൊണ്ട് സ്റ്റാലിനി തിരികെ പോകും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.